أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم. ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. صدق الله العظيم. സൂറത്തു നൂർ 61. ലൈസ അലൽ അഅ്മ, അന്ധന്റെ മേൽ ഇല്ല, ഹറജുൻ, യാതൊരു കുറ്റവും അല്ലെങ്കിൽ യാതൊരു പ്രയാസവും. വലാ അലൽ അഅ്റജി ഹറജുൻ, ഒരു മുടന്തന്റെ പേരിലും കുറ്റമില്ല. വലാ അലൽ മരീദി ഹറജുൻ, ഒരു രോഗിയുടെ മേലും കുറ്റമില്ല. വലാ അല അൻഫുസിക്കും, നിങ്ങളുടെ മേലുമില്ല കുറ്റം എന്നർത്ഥം. അൻ തഅ്കുലു, നിങ്ങൾ തിന്നാൻ അല്ലെങ്കിൽ തിന്നുന്നത്. മിൻ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി ആബായിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി ഇഖ്വാനിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി അഖവാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി അഅ്മാമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എളാപ്പ മൂത്താപ്പമാർ പിതൃ സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി അമ്മാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃ സഹോദരിമാരുടെ അമ്മായിമാരുടെ വീടുകൾ, വാപ്പാന്റെ പെങ്ങന്മാരുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി അഖ്വാലിക്കും, അല്ലെങ്കിൽ മാതൃ സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന്, അമ്മാവന്മാരുടെ. ഔ ബുയൂത്തി ഖാലാത്തിക്കും, അല്ലെങ്കിൽ മാതൃ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന്, ഇളയുമ്മ മൂത്തുമ്മ എന്നൊക്കെ പറയുന്ന. ഔ മാ മലക്തും മഫാത്തിഹു, അല്ലെങ്കിൽ നിങ്ങൾ താക്കോലുകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള വീടുകളിൽ നിന്നും. ഔ സദീഖിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്കോ മേൽപ്പറയപ്പെട്ടവർക്കോ യാതൊരു കുറ്റവുമില്ല. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅ്കുലു ജമീഅൻ ഔ അഷ്താത്ത. ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ കുറ്റമില്ല. അൻ തഅ്കുലു ജമീഅ, കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ. ഔ അഷ്താത്തൻ, അല്ലെങ്കിൽ വെവ്വേറെയായി ഭക്ഷണം കഴിക്കുന്നതിൽ കുറ്റമില്ല. ഫൈദാ ദഖൽതും ബുയൂത്ത, നിങ്ങൾ വീടുകളിൽ പ്രവേശിച്ചാൽ. ഫസല്ലിമു അല അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് സലാം പറയുക. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ള അഭിവാദ്യമായിട്ട്. മുബാറക്കത്തൻ, അനുഗ്രഹീതമായ. തയ്യിബത്തൻ, നല്ലതായ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു ആയത്തുകൾ. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നവരാകാൻ ആയേക്കാം എന്ന പ്രതീക്ഷയിൽ. ഈ ആയത്ത് വ്യത്യസ്ത തരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സന്ദർഭത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് എന്താണ് ഉദ്ദേശ്യമെന്ന്. അഥവാ
ഈ മുറിയിലേക്ക് വസ്ത്രം ധരിക്കുന്നത്, കാണുന്നത്, മുറിയിലേക്ക് ചെല്ലുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കുറേ അതിർവരമ്പുകൾ ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കാണുന്നതിന്, നോക്കുന്നതിനും ഒക്കെ അതിരും വരമ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല മറ്റൊരിടത്ത് ലാ തൂക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങളുടെ ധനം നിങ്ങൾക്കിടയിൽ അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ തിന്നുന്നതിലും ഉണ്ടാകുകയില്ലേ ഇത്തരം അതിർവരമ്പുകളൊക്കെ? അതിൽ പല തരത്തിൽ അതിൽ ആശങ്കിക്കുവാനുള്ള വക അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഈ രോഗികൾ, മുടന്തന്മാർ, അന്ധന്മാർ, അവരൊക്കെ വിശക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലും. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ തന്നെ വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ സൂറത്തുൽ അഹ്സാബിലും റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഭക്ഷണം പാകാകുന്നത് കാത്ത് നിങ്ങൾ ചെല്ലരുത്, അത് എന്നാൽ നിങ്ങൾ വിളിച്ചാൽ ചെന്നുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം ചോദിച്ചുകൊണ്ട് ചെല്ലരുത്, മുറിയിൽ കിടക്കുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ കിടക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനുവാദം വേണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കണ നേരം നോക്കി അങ്ങോട്ട് കടന്നു ചെല്ലരുത്. അപ്പം പിന്നെ വിശക്കുന്ന ഈ മുടന്തനും അന്ധനും രോഗിയും അതുപോലുള്ളവരൊക്കെ എന്താ ചെയ്യുക? അത് പിന്നെ ബാത്തിലാകുമോ, അല്ലെങ്കിൽ അങ്ങനെ കടന്നു ചെല്ലാൻ പാടുണ്ടോ, വിളിക്കാതെ ചെല്ലാമോ, ഇങ്ങനെയൊക്കെയുള്ള പലതരം ആശങ്കകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അല്ലാഹു തആല ഒറ്റയടിക്ക് വിശദീകരിക്കുകയാണ്. അങ്ങനെ കുടുങ്ങിയ ആളുകൾക്ക് പിന്നെ ബാക്കി മനുഷ്യരുടെ, കുടുക്കില്ലാത്ത ആളുകളുടെ വീട്ടിലേക്ക് ഭക്ഷണം തേടി ചെല്ലുന്നതിന് വിലക്കുകളൊന്നുമില്ല. അഥവാ പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളത് ഉള്ളവരുടെ ഉത്തരവാദിത്തമാണല്ലോ. ലൈസ മിന്ന മൻ അഷ്ബഅ വജാറുഹു ജാഇഉൻ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുടുങ്ങിയ ആളുകൾക്ക് എനിക്ക് ഭക്ഷണം തരാമോ എന്ന് ചോദിച്ച് ഉള്ളവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് വിലക്കുകളൊന്നുമില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ അതിലോട് ചേർത്ത് പറഞ്ഞതെന്താ? വലാ അല അംഫുസിക്കും, നിങ്ങൾക്കും കുറ്റമില്ല എന്ന് പറഞ്ഞാൽ ആർക്കും കുറ്റമില്ല. എന്ത്? അൻ തഅ്കുലു മിൻ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് തിന്നത്. നിങ്ങളുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളുടെ സ്വന്തം വീട്. ഇപ്പോൾ മാതാപിതാക്കളും മക്കളും കുടുംബവും ഒക്കെ ഒന്നിച്ച് താമസിക്കുമ്പോൾ നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ മെമ്പർമാരുടെ, ആ ഒരാൾ എവിടെയാണോ താമസിക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അവിടെ ചെലവ് നടത്തുന്നത് ചിലപ്പോൾ ഏതോ ഒരാളൊക്കെ ആയിരിക്കും. അപ്പൻ്റെ ചെലവിൽ എല്ലാവരും കൂടി ജീവിക്കുക, ഒരു മോൻ്റെ ചെലവിൽ വീട്ടുകാരെല്ലാവരും കൂടി ജീവിക്കുക. അപ്പോഴൊക്കെ ബാത്തിൽ കടന്നു വരുമോ? ഇതൊക്കെ ഓരോ തവണയും അനുവാദം ചോദിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയൊന്നുമില്ല. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം. അതുപോലെ രോഗികളായ ആളുകൾക്ക് ഭക്ഷണമുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാം എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ എണ്ണി പറയുകയാണ് കുറേ വീടുകൾ. അൻ തഅ്കുലു മിൻ ബുയൂത്തിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഔ ബുയൂത്തി ആബായിക്കും, സ്വന്തം വീട് തന്നെയല്ലേ പിന്നെ ബുയൂത്തിക്ക് എന്ന് പറഞ്ഞത് തന്നെയല്ലേ ബുയൂത്ത് ആബായിക്കും? അല്ല, പിതാക്കന്മാർ, നമ്മളവിടെ ഒരു കുടുംബമേ ഉണ്ടാകുകയുള്ളൂ. അറബികൾ 4 കുടുംബം, അങ്ങനെ വ്യത്യസ്ത ഭാര്യമാർ താമസിക്കുന്ന പിതാക്കന്മാർ വീടുകളുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പയുടെ മകൻ, ആ ഉപ്പയുടെ ആ ഭാര്യ, ആ കുട്ടിയുടെ ഉമ്മ താമസിക്കുന്ന വീട് അവരുടെ വീടാണ്, ബുയൂത്തിക്ക് എന്ന് പറഞ്ഞ വീടാണ്. പിതാവ് വേറെ കല്യാണം കഴിച്ച് വേറെ ഒരു കുടുംബത്തിൽ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല എന്നാണ് ഔ ബുയൂത്തിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഔ ബുയൂത്തി ആബായിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, പിതാവിൻ്റെ മരണശേഷമോ തലാഖിൻ്റെ ശേഷമോ ഒക്കെ. അങ്ങനെ ഉമ്മ ഭരിക്കുന്ന അല്ലെങ്കിൽ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ ഈ പിതാവിൻ്റെ മകനല്ലാത്ത, ഭർത്താവിൻ്റെ മകനല്ലാത്ത വേറൊരു ഭർത്താവിലുണ്ടായ മകന് ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഈ ആദ്യ ഭർത്താവിൻ്റെ സമ്മതം കിട്ടിയില്ലെങ്കിൽ ബാത്തിലാകുമോ? ഇല്ല. അത് നിങ്ങളുടെ അമ്മാൻ്റെ വീട്ടിലുള്ള ഭക്ഷണം നിങ്ങൾക്കും പോയി കഴിക്കാവുന്നതാണ് എന്നർത്ഥം. ഔ ബുയൂത്തി ഇഖ്വാനിക്കും, അവിടെയും ആ ബാത്തിലിൻ്റെ വിഷയം വളരെ പ്രധാനമാണ്. സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമോ? സഹോദരൻ, ഏട്ടൻ്റെ അനുജൻ്റെ വീട്ടിൽ നിന്ന്.
അതുപോലെ ബാക്കി ബന്ധുക്കളും ഔ ബുയൂത്തി അഖവാത്തിക്കും, അല്ലെങ്കിൽ സഹോദരിമാരുടെ വീട്ടിൽ നിന്ന്. സഹോദരൻ്റെ വീട്, സഹോദരൻ വേറെ കല്യാണം കഴിച്ച് വേറെ വീട് വെച്ച് കുടുംബസമേതം താമസിക്കുമ്പോൾ സഹോദരൻ ഏട്ടൻ വന്ന് അനുജൻ്റെ വീട്ടിൽ നിന്നോ തിരിച്ചോ ഭക്ഷണം കഴിക്കുക, അത് അനുവാദമുണ്ട് എന്നർത്ഥം. ഔ അഖവാത്തിക്കെന്ന് പറഞ്ഞാൽ സഹോദരിയുടെ വീട്, സഹോദരിയുടെ വീട്ടിലെ ഭക്ഷണം അളിയൻ്റെ ഭക്ഷണമാണ്, അതിൻ്റെ ഉടമ അവനാണ്. പക്ഷേ സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ട് അളിയനില്ലാതെ തന്നെ സഹോദരി ഭക്ഷണം വിളമ്പി തന്നാൽ കഴിക്കണതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഔ ബുയൂത്തി അമ്മാമിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിതൃ സഹോദരൻ്റെ വീട്. ഔ ബുയൂത്തി അമ്മാത്തിക്കും, അല്ലെങ്കിൽ പിതൃ സഹോദരിമാരുടെ വീട്. അമ്മായിയുടെ വീട്ടിൽ അമ്മായിയുടെ വീട് അമ്മായിയുടെ ഭർത്താവിൻ്റെ ഭക്ഷണമാണ്, പക്ഷേ അത് അമ്മായി വിളമ്പി തന്നാൽ തന്നെ കഴിക്കുക, അല്ലാതെ അത് അയാൾക്ക് സമ്മതം ഉണ്ടോയെന്ന് അമ്മായിയുടെ ഭർത്താവിന്, അമ്മായിക്കാക്കാന്ന് നമ്മൾ പറയുന്ന ആൾക്ക് സമ്മതം ഉണ്ടോയെന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതുപോലെ എളാപ്പാൻ്റെ ഭക്ഷണം, എളാപ്പാൻ്റെ മക്കൾ ആയിരിക്കും ചിലപ്പോൾ അവിടെ പ്രൊവൈഡർ, പക്ഷേ അത് നോക്കണ്ട, എളാപ്പാൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഭക്ഷണം തന്നാൽ കഴിക്കാം. ഔ ബുയൂത്തി അഹ്വാലിക്കും, അല്ലെങ്കിൽ അമ്മാവന്മാരുടെ വീട്. ഔ ബുയൂത്തി ഖാലാത്തിക്കും, അല്ലെങ്കിൽ ഈ മാതൃ സഹോദരിമാരുടെ വീട്. അതാണ് മാതൃ സഹോദരിമാർ വേറെ കല്യാണം കഴിച്ചു പോയതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല. അഥവാ ആ ബന്ധങ്ങളൊന്നും ഇതോടുകൂടി ഭക്ഷണം ഹലാലും തയ്യിബുമായതേ കഴിക്കാൻ പാടുള്ളൂ, അതുപോലെ ബാത്തിലായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതിനൊന്നും വിരോധമില്ല. കാരണം വീട്ടിലേക്കും റൂമിലേക്കും കയറുമ്പോൾ അനുവാദം ചോദിക്കണമെങ്കിൽ പിന്നെ അവിടുന്ന് തിന്നാൻ അതിലേറെ അനുവാദം ചോദിക്കേണ്ടതെന്നൊരു ഒരു ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകും. ഇല്ല, അവർ ക്ഷണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു ചെന്നപ്പോൾ അവർ ഭക്ഷണം തന്നു കഴിക്കണതിന് അതിൻ്റെ ഓണറുടെ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ചെലവ് തരുന്നത് ആരാണ്, അയാളുടെ സമ്മതം കിട്ടിയാലേ അത് ബാത്തിലല്ലാതെയാകൂ എന്നൊന്നുമില്ല. അമ്മായി കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം, അമ്മാവൻ കഴിക്കുന്ന ഭക്ഷണം അവരെ പോലെ നിങ്ങൾക്ക് കഴിക്കാം. ഉമ്മ വേറെ ആളെ കല്യാണം കഴിച്ച് ആ ഉമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അധികാരത്തിൽ തരുന്ന ഭക്ഷണമുണ്ട്, അത് നിങ്ങൾക്കും കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ ഔമാ മലക്തും മഫാത്തിഹു, ഈ താക്കോൽ നിങ്ങളുടെ കൈവശമായിട്ടുള്ള വീടുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വിശദീകരണമുണ്ട്. ഒന്ന്, അടച്ചിട്ട വീടിൻ്റെ താക്കോൽ സൂക്ഷിപ്പൊക്കെ നിങ്ങളെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്, അത് ചീത്തയായി പോകുന്ന സാധനങ്ങളുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുന്ന അനാഥ കുട്ടികളുടെ ഒക്കെ ഉണ്ട്, നിങ്ങൾ ചെലവിന് കൊടുക്കുകയാണ്, അവരുടെ നിയന്ത്രണം നിങ്ങളെടുത്താണ് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണവും കഴിക്കാം എന്നർത്ഥം. നിങ്ങൾ അവരെ പോറ്റുകയാണ് എങ്കിൽ അനാഥകൾക്ക് കൊടുത്തല്ലോ. ഇത് അനാഥകൾക്ക് കൊടുത്തെങ്കിൽ അവരുടെ അടുത്തുനിന്ന് അത് അവരുടേതായല്ലോ. അത് അനുവാദമില്ലാതെ കഴിക്കാൻ പാടുണ്ടോ? അത് ഹലാലാകുമോ? കൊടുത്തത് തിരിച്ചു വാങ്ങലാകുമോ? ഇല്ല, അത് ഇസ്ലാമിലെ പൊതുവായൊരു നിയമമാണ്. മഹർ കൊടുക്കൽ നിർബന്ധമാണ്, പക്ഷേ മഹറിൽ നിന്ന് വൈൻ തിബനലക്കും ബിഷൈഇൻ മിൻഹു ഫകുലൂഹു ഹനിഅൻ മരിഅ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും പെണ്ണുങ്ങൾ നിങ്ങൾക്ക് തന്നെ തന്നാൽ നിങ്ങൾ തിന്നുകൊള്ളൂ എന്നതുപോലെ അനാഥകൾ സംരക്ഷിക്കുന്ന നിങ്ങൾ അനാഥകൾ കൊടുത്തതിൽ നിന്ന് അനാഥ നിങ്ങൾക്ക് വല്ലതും ഭക്ഷണം കഴിക്കാൻ തന്നാൽ തിന്നുന്നതിന് അത് വിരോധമല്ല എന്നാണ് പറഞ്ഞതിന് മനസ്സിലാക്കാൻ കഴിയും. അന്തുക്കുലു ഔമാ മലക്തു ഐമാനും മലക്തു മഫാത്തിയഹു ഔ സദീഖിക്കും, ഇതിലൊന്നും പെടാത്തൊരു കാറ്റഗറിയാണ്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീടാണ്, സദീഖിൻ്റെ വീടാണ്. സദീഖിൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ പല അവസ്ഥകളുണ്ടാകും. ഈ സദീഖിൻ്റെ ഭക്ഷണം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ നമ്മുടെ കൂട്ടുകാരനാണ്, അയാളുടെ ബാപ്പയും അയാളുടെ ബാക്കി സഹോദരങ്ങളും എല്ലാം കൂടി കടന്നു ചെല്ലുന്ന താമസിക്കുന്ന വീട്ടിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബാപ്പാൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നു. അവൻ്റെ കൂട്ടുകാരൻ്റെ ഇനി ഈ ഭക്ഷണം ഹലാലാകാൻ അവൻ്റെ കൂട്ടുകാരൻ തന്നെ ആയാൽ മതി, അല്ലാതെ അവൻ്റെ ബാപ്പയുടെ സമ്മതം കിട്ടിയിട്ട് വേണം അവിടുന്ന് ചോറ് തിന്നാൻ എന്നൊന്നുമില്ല എന്നർത്ഥം. അഥവാ മോൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നാൽ മോൻ്റെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് തന്നെ അവന് ഭക്ഷണം കഴിക്കാം എന്ന് നമുക്ക് വേഗം ഇപ്പോൾ മനസ്സിലാകുന്നതാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ വരിക, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഉടമ ആരാണ്? ഉടമ ഈ കോളേജിൽ പഠിക്കുന്ന പയ്യൻ്റെ ബാപ്പയാണ്. അപ്പോൾ ബാപ്പാൻ്റെ ഈ ഭക്ഷണം മകൻ കഴിക്കണത് പോലെ തന്നെ മകൻ്റെ കൂട്ടുകാരനും കഴിക്കാം, അല്ലാതെ കൂട്ടുകാരന് അന്യനായതുകൊണ്ട് ഈ ബാപ്പാൻ്റെ സമ്മതം വാങ്ങിയിട്ട് വേണ്ട. ഔഷധി ഇങ്ങനെ ഒരുപാട് കേസ് ഉണ്ടാവും. അങ്ങനെ കൂട്ടുകാരൻ്റെ ഭക്ഷണം അത് കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഔഷധീഖിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ പലതരം അവസ്ഥകളുണ്ടാവും കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ ആയിട്ട്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അഷ്താത. പിന്നെയുള്ള ഒരു ഭക്ഷണ മര്യാദയിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കലോ,
എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഓരോരുത്തരും അവരവരുടെ കൈ കൊണ്ടാണല്ലോ എടുത്ത് കഴിക്കുക. അറബികളിൽ ഇപ്പോൾ നമ്മളെ എപ്പോഴും ചിലപ്പോഴൊക്കെ കാണുന്ന രീതി തന്നെ, ഭക്ഷണം ഒന്നാകെ മേശപ്പുറത്തോ ഈ സുപ്രയിലും ഇങ്ങോട്ട് കുട്ടുക, അതുകൊണ്ട് എല്ലാവരും പിന്നെ അതിൽ തൻ്റെ മുന്നിൽ നിന്ന് കഴിക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മര്യാദകൾ കാണാം. കുൽ മിമ്മ യലീക വ കുൽ ബി യമീനിക, പിന്നെ വലത് കൈ കൊണ്ട് കഴിക്കുക, മുന്നിലുള്ളത് കഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നൊന്നും വാരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുപോലെ തിന്നാൻ വേണ്ടി ഇട്ട സുപ്രയിലെ തളികയിലെ ഭക്ഷണം. അപ്പോൾ അത് പിന്നെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ഉണ്ടാകും, ചിലപ്പോൾ അതിൽ കുഞ്ഞു കൈകളിലായ അവന് കുറച്ചേ കിട്ടുകയുള്ളൂ. നല്ല സാമർഥ്യമുള്ള ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷനുണ്ടാവും, അയാളുടെ വാരലിൽ തന്നെ സ്വാഭാവികമായി കൂടുതലകത്തേക്ക് പോകും. ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്ത അളവിലാകും കഴിക്കുന്നുണ്ടാകുക. അപ്പോൾ എല്ലാവർക്കും തുല്യത പാലിക്കാൻ കഴിയില്ല. ഇതാണെങ്കിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ അപ്പോൾ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഓരോ കൊട്ടു ചോറ് അല്ലെങ്കിൽ ഈ 2 പൊറോട്ട ഇങ്ങനെ അങ്ങ് വീതം വെച്ച് കൊടുത്താൽ തുല്യമാണ്. അങ്ങനെ ആവില്ലല്ലോ. എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ചിലർ വേഗം തിന്നും, ചിലർ സാവധാനം തിന്നുകയുള്ളൂ, ചിലർ ചെറിയ കൈ കൊണ്ടും ചിലർ വലിയ കൈ കൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പം ഇതിൽ ബാത്തിൽ കടന്നുകൂടുകയില്ലേ എന്നൊരു ആശങ്ക സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുറ്റവുമില്ല. ഔ അഷ്താത്ത, അല്ലെങ്കിൽ അതിൻ്റെ നേരെ വിപരീതമാകാം. എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് പോലെ പിന്നെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു അത്രേ അറബികൾക്കിടയിൽ. അതുകൊണ്ട് അവരാരും കൂട്ടിന് കിട്ടിയില്ലെങ്കിൽ തിന്നാതിരിക്കും. ചിലർ ഒട്ടകത്തെയെങ്കിലും കൂടെ കൂട്ടും, എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള പിന്നെ വസ്വാസുകളും അവിടെ ഉണ്ടായിരുന്നു. രണ്ടും അല്ലാഹു തആല റദ്ദാക്കി. അഥവാ ഒറ്റക്കും കഴിക്കാം, കൂട്ടായിട്ടും കഴിക്കാം. ഇവിടെ നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന രീതിയാണുള്ളത്. അറബികളിൽ ധാരാളമായിട്ട് ഒരു ഒട്ടകത്തിനെ അങ്ങ് പുഴുങ്ങി വെച്ച്, ഒരാടിനെ അങ്ങ് പുഴുങ്ങി വെച്ച് അതിൽ കുറേ ആളുകൾ തിന്നും. അവരങ്ങ് എണീറ്റ് പോയാൽ പിന്നെ ഇരുന്ന് വേറെ കുറേ ആളുകൾ തിന്നും. അല്ലാതെ ഇങ്ങനെ വേറെ പാത്രത്തിൽ വിളമ്പുന്ന രീതി അല്ലാതെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതൊക്കെ ഓരോരോ നാട്ടിലെ രീതിയും സംസ്കാരവും അല്ലെങ്കിൽ അവരുടെ പതിവും. ഇപ്പോൾ കത്തി കൊണ്ടും മുള്ളുകൊണ്ടും ഭക്ഷണം കഴിക്കുക, ഇതിലൊക്കെ പരസ്പരം പിന്നെ സഹിക്കുക, പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഉള്ളത്. അതിലൊന്ന് ഏതെങ്കിലും ഒരു രീതി പുണ്യകരവും ഏതെങ്കിലും ഒരു രീതി മഹാവൃത്തികെട്ടതും അങ്ങനെയൊന്നും പറയുന്നതിന് അർത്ഥമില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഈ കറി ഒഴിച്ച് കുഴച്ച് കിളിമ്പി ഉരുള ഉരുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കുഴച്ചും ഒക്കെ കഴിക്കുന്ന രീതിയിൽ എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. അതേ സമയത്ത് റൊട്ടിയൊക്കെ കുറേ കഷ്ണങ്ങളായി കൊണ്ടുവന്നിട്ട് എന്നിട്ട് പിന്നെ എന്തെങ്കിലും അത് കുത്തി തിന്നാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുത്ത്, അപ്പോൾ ഇതിൽ ഒരു പാത്രത്തിൽ നിന്നല്ലേ എല്ലാവരും എടുത്ത് മറ്റതിൽ കുത്തി തിന്നുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം ഓരോന്നെടുത്ത് കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ പിന്നെ ഒരു പാത്രത്തിൽ തന്നെ തിന്നുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. അതേസമയത്ത് കറി ഒഴിച്ച് അപ്പോൾ ഒരാൾ മീൻകറി ഒഴിക്കും, ഒരാൾ പച്ചക്കറി ഒഴിക്കും, ഒരാൾ തൈര് ഒഴിക്കും, ഒരാൾ മോരൊഴിക്കും, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു സംഗതി ആയിരിക്കില്ലല്ലോ. ചിലർക്ക് ചിലത് പറ്റും, ചിലർക്ക് ചിലത് പറ്റില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും ഇപ്പോൾ നമ്മുടെ ബഫേ പോലെ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് എടുക്കുക, എന്നിട്ട് ഓരോരുത്തരും അവനവൻ്റെ പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരിടത്തിരുന്ന് കഴിക്കുക. അങ്ങനെയാകാം. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുക. അതിനൊന്നും അത് നല്ലത് ഇത് നല്ലത്, അത് പാടുള്ളത് ഇത് പാടില്ലാത്തത്, ഇത്തരം വിലക്കുകളൊന്നുമില്ല. നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയെങ്കിലും ഒക്കെ ആകാം. വേറെ ഉണ്ടാവും ഭക്ഷണശീലങ്ങൾ. നമ്മുടെ ബഫേ ഇതിൽ അടുത്ത കാലത്ത് വികസിച്ച് വന്ന രീതിയാണ്. അതിൻ്റെ പല രീതികളുണ്ട്. ഈ പല അതിഥികൾക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന പുതിയ നമ്മുടെ രീതിയുണ്ട്. അതല്ലെങ്കിൽ ക്യൂ നിന്ന് ഇങ്ങനെ പാത്രം കാണിച്ച് ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ സ്വയം എടുത്ത് കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ബഫയിൽ ആൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ആവശ്യമുള്ളത് എടുക്കുക, വേസ്റ്റാക്കുന്നത് കുറയ്ക്കാം. അതുപോലെ എല്ലാവരും തുല്യരാണ്, ആരെയും അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അത് വളരെ ഫിറ്റായിരിക്കും. ഇപ്പോൾ ഒരു ടീമിൽപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിക്കുകയാണ്, അവിടെ ബഫേ. അത് സംബന്ധിച്ച് അതിഥികളെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഭക്ഷണത്തിന് ക്യൂ നിർത്തുന്ന രീതി അതൊരു മര്യാദയായിട്ട് തോന്നാറില്ല. അതുപോലെ കത്തിയും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് പാശ്ചാത്യന്മാരുടെ ഇഷ്ട ഭക്ഷണ രീതി. അവർക്ക് നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നത് കണ്ടാൽ അവർക്ക് അർപ്പും വെറുപ്പും ഒക്കെ തോന്നും ചില, പ്രത്യേകിച്ച് ഈ കൈകൊണ്ട് ഇങ്ങനെ കിളിമ്പി കുഴച്ചൊക്കെ കഴിക്കുന്നത് കണ്ടാൽ.
അതേസമയത്ത് നമുക്കിങ്ങനെ കത്തി കൊണ്ട് തിന്നാൽ സ്പൂൺ കൊണ്ട് ചോറുന്ന പോലെ തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള ശീല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ പരസ്പരം ആദരവോടുകൂടി സഹിക്കാവുന്ന, അല്ലാതെ അതിലേതെങ്കിലും ഒന്ന് പുണ്യപരവും അതിലേതെങ്കിലും ഒന്ന് പാപവുമാണ് എന്ന അർത്ഥമില്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതാണ് ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അഷ്താത്ത. പിന്നെ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളൊക്കെ പുണ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അതിൽ ബർക്കത്ത് ഉണ്ടാകും എന്നൊക്കെ. അത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, വ്യത്യസ്ത പ്ലേറ്റുകളിലാണെങ്കിലും ഒന്നിച്ചിരുന്ന് പരസ്പരം സൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും. നിങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ, വീടുകളിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾക്ക് തന്നെ സലാം പറയുക എന്നാണ്. നിങ്ങൾക്ക് തന്നെ സലാം പറയുക എന്ന് പറഞ്ഞാൽ ചില മുഫസ്സിറുകൾ അവിടെ ആളില്ലെങ്കിലും സലാം പറയണം, അസ്സലാമു അലൈന എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഖുർആനിൽ നിങ്ങൾ വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത് എന്നല്ലല്ലോ. അത് നിങ്ങൾ പെട്ട ആളുകളെ നിങ്ങൾ തന്നെ കൊല്ലരുത് എന്നാണ്. അതുപോലെ തന്നെ വലാ തൽമിസു അൻഫുസക്കും എന്നൊക്കെ നിങ്ങളെ തന്നെ കുത്തിപ്പറയരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് അൻഫുസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒക്കെ മറ്റുള്ളവരോട് എന്നത് മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ട് സലാം പറയണം എന്നാണ് അതിന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന അർത്ഥം. എന്നാൽ ചില സഹാബിമാർ മറിച്ചും അത് ഒഴിഞ്ഞ വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം എന്നൊക്കെ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഏതായാലും സലാം പറയണം എന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വീട്ടുകാർക്ക് സലാം പറയണം. നേരത്തെ വന്നിട്ടുണ്ട്, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹ എന്ന് അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഫസല്ലിമു അലാ അൻഫുസിക്കും എന്ന് പറഞ്ഞത്. സലാം എന്താണ്? തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ തയ്യിബത്തൻ. തഹിയ്യത്തൻ മിൻ ഇൻദിൽ, അല്ലാഹുവിങ്കൽ നിന്നുള്ള അഭിവാദ്യമാണ്. കാരണം എന്താ? അല്ലാഹു ആണ് യഥാർത്ഥത്തിൽ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. അള്ളാഹുവെ നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. അപ്പം അങ്ങനെ അള്ളാഹുവിങ്കൽ നിന്നുള്ള അഭിവാദ്യമാണ് ഈ നേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജും പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതുണ്ടല്ലോ. എന്നതുപോലെ അള്ളാഹുവിങ്കൽ നിന്നുള്ള രക്ഷയാണ് അഭിവാദ്യമായിട്ട്. അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സലാം എന്ന് പറയുന്നത്. മുബാറക്കൻ തയ്യിബത്തൻ, അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളത് വളരെ അനുഗ്രഹീതമാണ്, അഥവാ ഖൈറ് ധാരാളമുള്ളതാണ്. തയ്യിബത്തൻ, വളരെ നല്ല അഭിവാദ്യമാണ്. എവിടെയും ആരോടും പറയാൻ പറ്റുന്നതാണ്. സങ്കടപ്പെടുന്നവനോടും സന്തോഷിക്കുന്നവനോടും പറയാം, അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ സമാധാനം നിനക്കുണ്ടാവട്ടെ എന്ന്. ഇങ്ങനെ പരസ്പരമുള്ള ഇടപഴകലുകളിൽ ആശങ്ക ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അല്ലാഹു തആല തിരുത്തുകയും പിന്നീട് ആ ആശങ്ക ഇല്ലായ്മ ഒരു നല്ല അടുപ്പമാക്കി മാറ്റാൻ പരസ്പരം സലാം പറയുക, നല്ലത് നേരുക എന്നതൊക്കെ, അങ്ങനെ നല്ല നിലയിൽ ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ പോകുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഈ സുജന സമ്പർക്കം, നല്ല ആളുകളുമായുള്ള നല്ല സമ്പർക്കം, അത് നന്നായി പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ഈ ആയത്ത്. അതിന് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നിയമം, സത്യവിശ്വാസികളായ മാന്യന്മാരായ ആളുകൾ തമ്മിൽ സന്തോഷത്തോടു കൂടി ഇടപഴകുകയും വീട്ടിൽ വരികയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ക്ഷണിച്ചാൽ പോകുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അള്ളാഹുവിൻ്റെ ഏതോ ഒരു നിയമം ഉടക്കി വെക്കുന്നില്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി ഒരു വിശ്വാസം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും പാടില്ലല്ലോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാകും. അതൊക്കെ ദൂരീകരിക്കുകയാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.